വേണ്ട വേണ്ട, ഞാനില്ല. പൊക്കോ പൊക്കോ. ഞാൻ എങ്ങോട്ട് ചാടി വരട്ടെ? ഇങ്ങോട്ട് പാടി. എന്നാ അമ്മച്ചി? ഇവകനെ പൂവ് അലർജിയാണോ? കണ്ടിട്ട് പാച്ചൻ ഇപ്പൊ വന്ന പോലുണ്ടല്ലോ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ പിന്നെ വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു, കേട്ടില്ല. ചെവിയിൽ പപ്പിരിക്കല്ലായിരുന്നു. എന്നാ കാര്യങ്ങൾ? വാ പറയാം. എടാ ജോസ് ഇനി അടുത്ത കാലത്തൊന്നും തല പൊക്കുകയല്ല. അത് കൂട്ടുപണിയിൽ ഞാൻ നിലവിട്ട് കൊടുത്തേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് ജോസിന്റെ പപ്പും പുടയും പറിക്കാൻ നടക്കാതെ ഒരു വാർഡ് മെമ്പറെങ്കിലും ആയിക്കൂടെ? എടാ പാച്ച, വെറുതെ ഒരു വാർഡ് മെമ്പറാൻ വേണ്ടിയല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. അല്ലാതെ നാട്ടുകാരെ സമ്മതിക്കാനിട്ടല്ല. നീ നോക്കിക്കോ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ DNC കയറുന്ന ദിവസം മാമച്ചൻ ഡൽഹിക്ക് പറക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറക്കാം. ജോസിനുണ്ട് നല്ലൊരു പണി ആവപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. മുറ്റടിക്കായിരിക്കും അല്ലേ? അല്ല, പൊറോട്ട അടിക്കുക. എന്തൊക്കെ അറിയണവന്. മുറ്റടിക്കുന്ന പോലെ തോന്നി. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ ഇതങ്ങോട്ട് കൂടി. അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ. ഒന്ന് മാറിയേട്ടാ. ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. പ്രസിഡന്റിനെ വിവരം അറിയിച്ചായിരുന്നോ? ഞാനിതെങ്ങനെ പ്രസിഡന്റിനോട് പറയുന്നു? ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ് ജോസേ. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്. എന്ത്? അവിടെ എന്താ ആൾക്കൂട്ടോ? ജോസിന് വളഞ്ഞു വെച്ചേക്കണം. നമസ്കാരം. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? കർത്താവേ, മാമച്ചൻ ചത്തോ? മരണം വരുമൊരു നാളോർത്തുകമത്യാമി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ കൈവിട്. പുള്ളിക്ക് എന്നാ പറ്റിയതാ? നെഞ്ചുവേനായിരുന്നു. ഇയാൾക്കൊരു ചെറുക്കല്ലേ ചാപ്പി? അവൻ എവിടെ നിന്ന് ആർക്കറിയാം? പണ്ട് കുഞ്ഞുട്ടിയുടെ റേഡിയോ അടിച്ചോണ്ട് പോയതാ. എത്ര മണിക്ക് എടുക്കും? ജോസേ പെട്ടിയിലൊരു കണ്ണു വേണം. പെട്ടിയിലല്ല, നിന്റെ അടുത്താ കണ്ണു വേണ്ടത്. പോയി എടുക്കണോ? ജോസ് വീണ്ടും ആസായി. വേറെന്തോ വലുത് വരാനിരുന്ന. വേണ്ട, എനിക്കുണ്ട്. ശരി, പത്രാഫീസിൽ കൊണ്ട് കൊടുക്കുക. ചെല് ജോസേ, വന്നേ. ചാർലി അറിയിച്ചോ? ഇല്ല. എവിടെയാന്നും കൊണ്ടാ? അടക്കപ്പെടാന്നാ പറഞ്ഞേ. 10 മണിക്ക് അച്ഛനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അച്ഛനെ വിളിച്ച് അടക്ക് വൈകിട്ടത്തേക്കാക്കാൻ പറ. ചാർലി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അല്ലേ പിന്നെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? 4-5 കസേര ഇറക്കിയിട്ട് ടാർപ്പായം വലിച്ചേറ്റിട്ട് സോഡ കുടിക്കാൻ ആർക്കും പറ്റും. അച്ഛനോട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. ശരി. അതെ, നിങ്ങളിത് ആരെ വിളിക്കുന്നത്? അച്ഛനെ അടക്കിന്റെ സമയം മാറ്റാൻ പറഞ്ഞു മാമച്ചൻ. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങോന്നേ സോഡ കുടിക്കാം, വാ. എന്തിനാ 30 രൂപ കൊടുക്കാൻ പോയത്? പിടിപ്പില്ലാത്ത മനുഷ്യൻ. ഈ തള്ള എന്താണ് ഈ പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീക്കാലാക്കി ടൂർ പോവാണോ? ശരിക്കൊന്നും വേണ്ട, കണ്ടു പഠിച്ചോ കിടപ്പ്. അടുത്ത് തന്നെ കിടക്കേണ്ടതാ. പോടാ, എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞാണ് നേരത്തെ. ഒരു മനുഷ്യനില്ല ഇവിടെ. അതെ. റിവേഴ്സ് പോണ